ഷെയിലേറ്റേഴ്സിനെ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സഹനങ്ങൾ വരും. ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ എത്തിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണും. ഹംഗറിയിലെ പ്രവാചക എന്നറിയപ്പെടുന്ന പരിശുദ്ധ മാതാവ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള സന്ദേശം ലോകത്തെ അറിയിച്ച ഒരു സിസ്റ്ററാണ് നദാലിയ. സിസ്റ്റർ നദാലിയയ്ക്ക് ഈശോ കൊടുത്ത വെളിപ്പെടുത്തൽ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകം. ഇതിനകത്ത് ഈശോ സിസ്റ്ററിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രഹസ്യം, ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിലൊരു രഹസ്യം എന്ന് പറയുന്നത് സിസ്റ്ററിനെ കർത്താവിൻ്റെയും ആന്തരികമായിട്ടുള്ള സഹനങ്ങൾ അയക്കും. അപ്പം സിസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശാരീരികമായിട്ടുള്ള അനുഭവിക്കുന്ന സഹനത്തെക്കാളും ഒരുപാട് വേദനയുള്ളതാണ് ഈ ആന്തരികമായിട്ടുള്ള സഹനങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിവസം സിസ്റ്ററിനെ കൊണ്ട് സാത്താൻ ഒരു വലിയ പള്ളിമണിയുടെ താഴേക്ക് കൊണ്ടുപോയിട്ട് ആ ചരട് നീട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും വലിയ സഹനത്തിലൂടെയാണ് സിസ്റ്റർ കടന്നു പോയത്. സിസ്റ്റർക്ക് ഒരിക്കലും സഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സഹനങ്ങൾ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈശോയോട് ഇങ്ങനെ പരാതി പറയും, എന്തിനാ എനിക്കിങ്ങനെ സഹനം തരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സഹനമൊക്കെയാണെന്നൊക്കെ പറയുന്ന സമയത്ത് എന്തിനാ നീ ഇങ്ങനെ സഹനമൊക്കെ തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ഈശോ പറഞ്ഞു കൊടുക്കാണ്, ഒരു സവിശേഷ കൃപയായിട്ടാണ് ഈ സഹനം ഞാൻ നിനക്ക് നൽകിയത്, അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിക്കളയുകയില്ല. ശാരീരികമായിട്ടുള്ള താൽക്കാലിക രക്തസാക്ഷിത്വം വിഭിന്ന പാപങ്ങളുടെ പെരുപ്പത്തിൽ നരകത്തിലേക്ക് ഒഴുകിപ്പോകുന്നവർക്ക് ജീവനൗകയാണ്. ഈ സഹനം മാറ്റിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തോണി നിന്നെ ഏൽപ്പിച്ച ആത്മാക്കളോടൊപ്പം മുങ്ങിപ്പോകും. രക്തസാക്ഷികളുടെ സഹനങ്ങൾ നിഗൂഢമായി പുനരാവിഷ്കരിക്കുന്നതിനായി ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത്തരം സഹനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് നീ സ്വീകരിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ആത്മാക്കളെയാണ് രക്ഷിക്കാനായിട്ട് നിനക്ക് കഴിയും. ഇത് ഒരു രഹസ്യാത്മക കൃപയാണ്, രഹസ്യാത്മക സഹനം. പ്രിയപ്പെട്ടവർ, ഇതൊരു രഹസ്യമാണെന്ന് പറയുകയാണ്. രഹസ്യം, അതായത് സിസ്റ്ററിനെ, അതായത് ഈ ലോകത്തിലെ ഒരുപാട് പേരോട് ഈശോ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധിക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ തോന്നിയ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട്, പ്രത്യേകിച്ചും കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവർ പോലും ഈ ഒരു ദൗത്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഈശോയ്ക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഏകദേശം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് കർത്താവ് ഈ ഒരു സന്ദേശം സിസ്റ്റർ നദാലിയോട് പറയുന്നത്. ആ ഒരു സമയത്ത് അപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരോട് പരിത്യാഗം അനുഷ്ഠിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിൻ്റെ ശുദ്ധിയുള്ള ഒരാത്മാവിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ സഹനങ്ങൾ തരുന്നത്. അതായത് കർത്താവ് നോക്കുന്ന സമയത്ത് നിനക്കൊരു സഹനം തന്നു കഴിഞ്ഞാൽ ആ സഹനത്തെ അതിജീവിക്കാനുള്ള ശക്തി നിനക്കുണ്ടെന്ന് കർത്താവ് മനസ്സിലാക്കും. കർത്താവ് നിന്നെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇത്രയും വലിയ സഹനം നിനക്ക് തരുന്നത്. അത് സഹിക്കാനുള്ള ശക്തി നിനക്ക് ഉണ്ട് എന്ന് കർത്താവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം? അത് കർത്താവിന് വേണ്ടി, ഇതൊരു രഹസ്യാത്മക കൃപയാണ്. നീ സഹനം വേണ്ടാന്ന് വെക്കുകയെന്ന് വിചാരിക്കുക, എനിക്ക് സഹനമൊന്നും വേണ്ട, ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല, അല്ലെങ്കിൽ നീ ഇനി ലോകത്തിൻ്റെതായ രീതികളിലേക്ക് പോവാണ്, പാപത്തിൽ വഴുതി വീഴാണ്. അങ്ങനെ പോയ എന്താ പ്രശ്നം എന്നറിയാമോ? ഒരുപാട് പേര്, നിന്നിലൂടെ രക്ഷപ്പെടേണ്ട ഒരുപാട് ആത്മാക്കൾ പല പാപങ്ങളിൽ നിത്യനരകാഗ്നി, ഈ ഫാത്തിമയിലൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഓരോ മിനിറ്റിലും ഇങ്ങനെ ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഇങ്ങനെ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക. നമ്മൾ ഈ മഞ്ഞൊക്കെ ഇങ്ങനെ അതുപോലെ വീണുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹനം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അനേകം പേര് നിത്യ നരകത്തിലേക്ക് വീഴും. അതുകൊണ്ടാണ് കർത്താവ് ഒരു സഹനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ തീരുമാനമെടുക്കാം, എന്തൊക്കെ സഹനങ്ങൾ എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നാലും അതൊക്കെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കും എന്നുള്ള ഒരു
വിശ്വാസത്തിലോട്ട് നമുക്ക് വരാം. നമ്മൾ ആലോചിക്കുക, എത്രയോ സഹനങ്ങൾ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നെയും നിന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരരുത്, തകരരുത്, ആത്മഹത്യയെ പറ്റി ചിന്തിക്കരുത്, പാപത്തിലോട്ട് വീണു പോകരുത്. കർത്താവിനെ മാത്രം മുന്നിൽ കണ്ടിട്ട് ഈശോയിലോട്ട് നോക്കി അവൻ നമ്മളിലൊരു വിശ്വാസം വരട്ടേന്നേ. അവന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും.